ഹലോ, പ്രിയ സിലേറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് വിഷു സ്പെഷ്യലായിട്ടൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് പായസം. നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് ഹൽവയും അതേപോലെ തന്നെ ക്യാരറ്റ് കേക്കും ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ് ക്യാരറ്റ് വെച്ചിട്ട് പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്ക് ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 2.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 215 ഗ്രാമോളം ഉണ്ടാവും. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 ലിറ്റർ പാല്, കുറച്ച് ഉപ്പ് വേണം, 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നെയ്യും വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ പായസമാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളെടുത്ത അരിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അധിക സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നേരം കുതിർന്നാൽ മതി. ഈ അരി കുതിർന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെടുത്തതിൽ 2 ക്യാരറ്റ് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അധികം തിക്നെസ് ഇല്ലാണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ഒരു 1/2 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ച് ഒന്ന് അരയ്ക്കാനുള്ളതാണ്. ഇതാണെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. നമുക്ക് പായസം റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിങ്ങനെ ഒരു തട്ട് വെക്കുന്നുണ്ട്. ഞാൻ ക്യാരറ്റ് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നേരം മൂടി വെച്ചൊന്ന് വേവിക്കാം. ഈ സമയത്തിന് അടുത്ത അടുപ്പിൽ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇടാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് വാടി കളറൊക്കെ ഒന്ന് ചേഞ്ചായി. ഇത് മതി. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ തുടങ്ങാം. ഞാൻ അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നമുക്കൊന്ന് ആദ്യം തിളപ്പിക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഇതേ സമയം തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എടുത്ത അരി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല. ഞാനൊരു പാത്രത്തിൽ അരിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു കുറച്ച് നേരം 10 മിനിറ്റ് പോലും വേണ്ട, അരി വെന്ത് കിട്ടാനായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പാല് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇടയ്ക്കൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കുകയും വേണം. ഈ സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് മിക്സിയുടെ വലിയ ജാറിലിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. നമ്മൾ അരയ്ക്കുമ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് അരയ്ക്കുന്നുണ്ട്. പഞ്ചസാരയുടെ കാര്യം ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയതാണ് കേട്ടോ. നമ്മുടെ എല്ലാ റെസിപ്പിയുടെയും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഈ സമയത്തിന് നമ്മൾ പാലിൻ്റെ കാര്യം മറന്നു പോകരുത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ക്യാരറ്റൊക്കെ അരയ്ക്കാൻ പോകുന്ന സമയത്ത് ഇത് അടി പിടിക്കും, ഇളക്കാൻ പറ്റില്ല എന്ന് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ക്യാരറ്റൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. ഓക്കെ, ക്യാരറ്റ് ഇവിടെ ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ നേരം ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയതാട്ടോ. നമ്മൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇതിന് അത്യാവശ്യം മധുരമുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത ഉടനെ കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ പ്യൂരി ചേർത്ത് ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ഇളക്കാം, ഇളക്കി കൊടുക്കാം. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കണ ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പായസം ഒന്ന് കുറുകുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകണം. അധികം സമയം എടുക്കില്ല, ഇനി ഒരു 10-15 മിനിറ്റും കൂടി മതിയാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പാലൊന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. എന്നാലും പായസത്തിന് കുറച്ചുകൂടി തിക്നെസ് വരാനുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി കേട്ടോ. നമുക്ക് ഈ ഒരു പാകത്തിൽ ഇറക്കാം. ഇനി ഈ പായസം ഒന്ന് ചൂടാറി വരുമ്പോഴത്തേനും ഒന്നും കൂടി ഇരുന്ന് കുറുകും. ഇത് കറക്റ്റ് പാകമാണ്. ഇനി അവസാനം നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് പായസം. എല്ലാം നല്ല കറക്റ്റാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി ഒത്തിരി കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ മട്ടിച്ചു പോവും. എന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒന്ന് ഇരുന്ന് തണുത്താറി കഴിയുമ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പായസം നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇപ്പോൾ പായസം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, ഇത് നന്നായിട്ട് കുറുകി. അപ്പോൾ ഈ പായസം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതിലേക്ക് വഴറ്റിയിട്ട ആ ക്യാരറ്റും അതേപോലെ തന്നെ ആ റൈസും ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി വിഷു.